ജാമിന ടീച്ചർ, ഇത് തന്നെയാണ് ആസൂത്രിതമായ നീക്കം തന്നെയാണ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ചില മത തീവ്ര സംഘടനകൾ ഒരു കാലത്ത് സജീവമായി ഇടപെട്ടിരുന്നു. പക്ഷേ ഇന്നും ആ സംഘടനകൾ ഒളിഞ്ഞും തെളിഞ്ഞും മുന്നിലുണ്ട്. പക്ഷേ ആ സംഘടനകൾ ഇല്ല എങ്കിൽ പോലും ആ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലേക്കുള്ള ഒരു സംഘടിത നീക്കമായി ഇത് മാറിക്കഴിഞ്ഞു. അതുതന്നെയാണ് ഈ അടുത്ത കാലത്ത് ഏറ്റവും ഒടുവിൽ ഈ 3 ആഴ്ചക്കുള്ളിൽ നമുക്ക് മുന്നിലേക്ക് എത്തിയ ഈ വാർത്തകൾ വ്യക്തമാക്കുന്നത്. അതായത് റമീസിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ കഴിഞ്ഞാൽ, റമീസ് എന്ന് പറയുന്ന ആ കാമുകിയെ വിവാഹം കഴിക്കാൻ മതം മാറാൻ ആവശ്യപ്പെടുന്നു. ആ വ്യക്തി മാത്രമല്ല ആവശ്യം ഉന്നയിക്കുന്നത്, റമീസിൻ്റെ വീട്ടുകാരും പിന്നീട് ആ ആവശ്യം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്, നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. ആ പെൺകുട്ടിയെ ക്രൂരമായി അതിനുവേണ്ടി മർദ്ദിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു രീതി, ഒരു സമൂഹത്തിൻ്റെ ഇത്തരത്തിൽ ഒരു ലക്ഷ്യമായിട്ട്, ആ ലക്ഷ്യം ഏത് വിധേനയും നിറവേറ്റാനുള്ള ഒരു നീക്കമായിട്ട് ഇത് മാറുകയാണല്ലേ? ഒരു മുസ്ലിം യുവാവ് ഒരു അന്യമതസ്ഥയായ പെണ്ണിനെ അവളുടെ മാതാപിതാക്കളെ എതിർത്ത് കെട്ടിയാലൊന്നും ആരും അതിനെ ലവ് ജിഹാദ് എന്ന് പറയാറില്ല. ഇന്റർകാസ്റ്റ് മാരേജുകൾ യഥേഷ്ടം നടക്കുന്ന ഒരു സമൂഹത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു പ്രേമ വിവാഹമാകാം, അതല്ലെങ്കിൽ ഇന്റർകാസ്റ്റ് അറേഞ്ച്ഡ് എന്ത് തന്നെ ആയിരുന്നാലും അതിനെ ഒന്നും നമ്മൾ ആരും ലവ് ജിഹാദ് എന്ന് വിളിക്കാറില്ല. അവരെ മതം മാറ്റിയോ മാറ്റാതെയോ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമോ അല്ലാതെയോ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കള് അമുസ്ലിം പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അവരുടെ മതം പോലെ തന്നെ പിന്തുടർന്നോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു പ്രതീതിയുണ്ട്. ഇപ്പൊ ജഗതി ശ്രീകുമാറിന്റെ മോൾ അടക്കം ഞാൻ ഉദാഹരണമായിട്ട് എടുത്തു പറയുന്നു. ഇപ്പോ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ ആ രൂപത്തിലുണ്ട്. എല്ലാവരും തീവ്രവാദികളാണെന്നോ എല്ലാവരും ജിഹാദികളാണെന്നോ പറയുന്നില്ല. പക്ഷെ ഇവിടെ ലക്ഷണമൊത്ത ഒരു മതതീവ്രവാദിയാണ് റമീസ്. ഇതുപോലെ തന്നെയാണ് 4 ദിവസം മുമ്പ് കൊട്ടാരക്കരയിലെ ഒരു സംഭവം നമ്മൾ നല്ല രൂപത്തിൽ ചർച്ച ചെയ്തതാണ്. ആ പെൺകുട്ടി സംസാരിച്ചത് തന്നെ ഒരു അൻവർഷ, ഒരു 16 വയസ്സുകാരിയോട് ആദ്യം പറയുന്നത് എന്താ? സത്യസരണിയിൽ പോകണം, എന്തിന്? മതം പഠിക്കാൻ. പിന്നെ പൊന്നാനിയിൽ പോകണം, എന്തിന്? ക്രിസരി ഛേദിക്കാൻ. നവാസ് മന്നാനിയാണ് പബ്ലിക്കായിട്ട് പറഞ്ഞത്. ആൺകുട്ടികൾക്ക് മാത്രമല്ല ചേലാകർമ്മമുള്ളത്. പൂർണ്ണമായിട്ടുള്ളൊരു മുസ്ലിം ആകണമെങ്കിൽ ആ പെണ്ണും ചേലാകർമ്മത്തിന് വിധേയമാകണം. ഇവിടെ പെണ്ണിന്റെ വീട്ടിൽ ആണ് താമസിക്കുന്നോ, ആണിന്റെ വീട്ടിൽ പെണ്ണ് താമസിക്കുന്നോ, അവര് പരസ്പരം സഹകരിക്കുന്നോ, ഇതൊന്നുമല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം. പ്രണയക്കെണി, അതിനകത്ത് ലവ് ഇല്ല, ഇതിനകത്ത് വെറും ജിഹാദ് മാത്രമേ ഉള്ളൂ. ഒരു യുവാവ് ഒരു പെണ്ണിനെ പ്രേമിക്കുന്നു, മതം മാറ്റണം എന്ന ലക്ഷ്യത്തോടു കൂടി അങ്ങനെ തന്റെ വശത്താക്കുന്നു. ഈ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് എന്തു മാർഗവും അവൻ സ്വീകരിക്കുന്നു. അതിന് അതേ രൂപത്തിലുള്ള പെൺകൂട്ടുകാരികളെ ഇറക്കുന്നു, ആൺകൂട്ടുകാരികളെ ഇറക്കുന്നു, ബന്ധുക്കളെ അവിടെ വില്ലന്മാരായിട്ട് കൊണ്ടുവരുന്നു, ചില സംഘടനകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി അതിന്റെ പേരിൽ പ്രവർത്തിക്കുന്നു. എന്ത് തന്നെയായിരുന്നാലും ശരി, ഇതിന്റെ പിന്നിൽ വലിയ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. ആ യുവാവിനെ, ഈ പെൺകുട്ടിയെ മതം മാറ്റുന്നതിന് വേണ്ടി സഹായിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് സമദാനി അടക്കമുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ. ഈ പെൺകുട്ടിയെ ആദ്യം അകറ്റുന്നത് സ്വന്തം വീട്ടുകാരിൽ നിന്നാണ്. പ്രായപൂർത്തിയായ ശേഷം ഈ പെൺകുട്ടിയെ വിളിച്ചു കൊണ്ടുപോകാം. പക്ഷെ കൊട്ടാരക്കരയിലെ അൻവർ ഷായുടെ വിഷയം പുറത്തു വരാൻ കാരണം 16 വയസ്സുകാരിയെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ്. പിന്നീട് വീട്ടുകാര് പരാതി കൊടുക്കുന്നു. അങ്ങനെ ആ പെട്ടെന്നൊരു ചോരത്തിളപ്പിലെ ഒരു പ്രായത്തിന്റെ പ്രേമത്തിന് കണ്ണും മൂക്കുമില്ല, അങ്ങനെയൊക്കെ വീണു പോയതാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് പെൺകുട്ടിയെ കൺവിൻസ് ചെയ്ത് ശരി തിരിച്ചു കൊണ്ടുവരുമ്പോൾ വീണ്ടും അതേ വലയിൽ തന്നെ അകപ്പെട്ടു പോകുന്നു. ഇപ്പോൾ തന്നെ ഈ പെൺകുട്ടിയുടെ, സോന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അമ്മ പറയുന്നത്, അമ്മയോട് ഈ മകള് പറഞ്ഞത്, വെള്ളിയാഴ്ച എന്ന് TTC ക്ലാസ്സിന് പോയിട്ട് വന്ന പെൺകുട്ടി ശനിയാഴ്ച രാവിലെ ടേബിളിൽ വന്നിരുന്ന് ചായ കുടിക്കുന്നു. അതിനുശേഷം പറഞ്ഞത്, അമ്മ ഞാൻ ജീവിച്ചിരുന്നാൽ അവന്റെ കൂടെ പോകും, അവനെ എനിക്ക് വേണമെന്ന് തോന്നും. അപ്പൊ എന്നിട്ട് അമ്മ പറയുന്നുണ്ട്, ജീവൻ കൊടുത്ത് സ്നേഹിക്കുക എന്ന് പറയുന്നത് എന്റെ മകൾ അന്വർത്ഥമാക്കി. പക്ഷേ ആ ദുഷ്ടൻ അത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. ആദ്യം ഈ കുടുംബത്തെയാണ് ഈ പെൺകുട്ടികളിൽ നിന്നും ഇവർ അകറ്റിയെടുക്കുന്നത്. എന്നാൽ മാത്രമേ ഇവർ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നമ്മുടെ ശ്രദ്ധാ കപൂറിനെ പോലെയും അഫ്താബ് അബീനെ പോലെയും 35 കഷ്ണമൊക്കെ ആക്കി വീട്ടിനകത്ത് എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. നമുക്ക് പരിചയത്തിൽ തന്നെ, നമ്മുടെ അറിവിൽ തന്നെ എത്രയോ സംഭവങ്ങൾ ഇതിന് സമാനമായിട്ട് നമ്മുടെ നാട്ടിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട്. എന്നിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ നമ്മുടെ നീതിന്യായ സംവിധാനങ്ങൾ പറഞ്ഞത്രേ, ഇവിടെ പ്രണയ ജിഹാദ് ഇല്ല, ലവ് ജിഹാദ് ഇല്ല എന്ന്. പ്രണയം ഒരു ഭ്രമമാണ്, സമ്മതിക്കുന്നു. വിവാഹം അതിന്റെ സാഫല്യമായി പരിഗണിച്ച് മതമാറ്റം ഒരു സാമൂഹ്യ നടപടിയായി ക്രമീകരിച്ച്
ക്രമേണ ഇസ്ലാമിന്റെ സ്വർഗത്തിന് വേണ്ടി ആ സ്വർഗത്തിലേക്ക് ആവാഹിച്ച് അവളെ കൺവിൻസ് ചെയ്ത് മതപുരോഹിതന്മാരെ ഇറക്കി അവളെ സ്വർഗത്തിൽ തന്നെ എത്തിക്കുന്ന രീതികൾ നമ്മൾ കണ്ടതല്ലേ? ഐസിസിന്റെ താവളങ്ങളിലേക്ക് കൊണ്ടുപോയ, ഇപ്പോഴും ലൈംഗിക അടിമയായി കാബൂളിലെ ജയിലുകളിൽ കഴിയുന്ന പെൺകുട്ടികളില്ലേ? ഇനി ഒന്ന് പറയണം, ലവ് ജിഹാദ് ഇല്ല എന്ന് നെഞ്ചിൽ കൈവച്ചൊന്ന് പറയണം. 2 പെൺകുട്ടികളുടെ പിതാവാണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ അദ്ദേഹം ആദ്യം സംസാരിച്ചത്. കാബൂളിൽ ജയിലിൽ കഴിയുന്ന 2 സ്ത്രീകളെ സംബന്ധിച്ചു മാത്രം പറ. 32,000-ഓ 30,000-ഓ 1000-ഓ ഒന്നും വേണ്ട. തിരുവനന്തപുരത്തെ നിമിഷ എന്ന ഒരു നായർ പെൺകുട്ടി മുസ്ലിമായിട്ടുള്ള യുവ ഡോക്ടറെ പ്രണയിക്കുന്നു. അവൾ ഫാത്തിമയായി മതം മാറുന്നു. എന്നിട്ട് അയാൾ കൈയൊഴിയുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? കമല സുരയ്യ ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറാകുന്നു. പാളയം ഇമാമിനെ വിളിച്ചു മതം സ്വീകരിക്കുന്നു. സമദാനി കൈയൊഴിയുന്നു. പിന്നീട് ഫാത്തിമയായി തുടരാനും സ്വർഗത്തിലെ കമല സുരയ്യ പുഷ്പമായി തുടരാനും അവർ നിർബന്ധിതരാകുവാണ്. നിമിഷ കാസർഗോഡ് BDS പഠിക്കുമ്പോഴാണ് വിവാഹിതയാകുന്നത്. ഈസ എന്ന പേരിൽ ഇസ്ലാം സ്വീകരിച്ച പാലക്കാട്ടുകാരൻ ബെക്സിൻ വിൻസെന്റ്. കണ്ടോ, ഇത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗാ, ഒരു ബൈനറി പ്ലാനാ. ഇതിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ 2 പേരെ ഇടതും വലതും ഈ മതത്തിലേക്ക് ഒരാൾ കൊണ്ടുവരണം. ഗർഭിണിയായിരിക്കുമ്പോഴാണ് 2016 മെയ് 31-ാം തീയതി ആ കുടുംബം മുംബൈ വഴി ഇന്ത്യ വിടുന്നത്. ശ്രീലങ്ക വഴി അവർ എത്തിയത് എവിടെയാ? അഫ്ഗാനിസ്ഥാനിലെ ഖുറാസാനിലെ IS ക്യാമ്പിലെത്തുന്നു. എന്താ, ആകാശത്ത് നിന്ന് മലക്ക് വഴി പറന്നു വന്ന് കൊണ്ടുപോയതൊന്നുമല്ലല്ലോ. അപ്പോൾ ഇവരെ പരസ്പരം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരുപാട് കണ്ണികൾ, മതേതര ശക്തികൾ എന്ന രൂപത്തിൽ കാപഠ്യത്തിന്റെ വക്താക്കളായി മുഖമൂടിയിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്. എറണാകുളത്തെ സോണിയ സെബാസ്റ്റ്യൻ രാജ്യത്തിന് പുരസ്കാരം വാങ്ങാൻ വേണ്ടിയിട്ട് പോയതല്ല. ക്രിസ്ത്യൻ പെൺകുട്ടി. തൃക്കരിപ്പൂരിലെ റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന യുവാവ്, അയാൾ ആരാ? നമ്മുടെ കേരളത്തിലെ വമ്പൻ ടീമായിട്ടുള്ള MM അക്ബറിന്റെ പീസ് സ്കൂളില് പ്രൊഫസർമാർക്ക് ക്ലസ്റ്റർ കൊടുക്കുന്ന ഒരു പ്രൊഫസറിന്റെ മേലുള്ള പ്രൊഫസർ. അപ്പൊ ചെറിയ ആളാണോ? കാസർഗോഡ്, തൃക്കരിപ്പൂർ, പടന്ന തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് ഈ ISISലേക്ക് പോയ 25ഓളം ആളുകൾ ഇന്റേണലായോ എക്സ്റ്റേണലായോ MM അക്ബറിന്റെ പീസ് സ്കൂളുമായി ബന്ധപ്പെട്ടവരായിരുന്നു. അപ്പോൾ ഇനി പറയണം ഇവിടെ ലവ് ജിഹാദ് ഇല്ലാന്ന്. ബഹ്റൈനിൽ വെച്ചിട്ടാണ് ഇവർ 2 പേരും ഒരുമിക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസം, നാട്ടിലെ ഉപരിപഠനത്തിന് ആ ബന്ധം പ്രണയമായി വളരുകയായിരുന്നു. ആയിഷ എന്ന പേരാണ് സോണിയ സെബാസ്റ്റ്യൻ പിന്നീട് സ്വീകരിച്ചത്. ഈ സോണിയ റാഷിദിന്റെ ഭാര്യയാകുന്നു. അവരുടെ വിവാഹശേഷം ബീഹാറുകാരി യാസ്മിൻ റാഷിദിന്റെ ജീവിത പങ്കാളിയായി. കാരണം 4-ൽ 1 ആകാനാണല്ലോ വിളുമാരൊക്കെ പോകുന്നത്. 2ാം ഭാര്യയായിട്ട് യാസ്മിൻ പോകുന്നു. ഇനി 3-മതും 4-മതും ഒക്കെ ആളുകൾ വരുമ്പോൾ ഇവൾ തിരസ്കരിക്കപ്പെടും. അങ്ങനെയാണ് അഫ്ഗാനിലെ ജയിലിലെത്തുന്നത്, കാബൂളില്. എന്നിട്ട് പറയണം, അഫ്ഗാനിസ്ഥാൻ താലിബാനികൾ പിടിച്ചെടുത്തപ്പോൾ കാബൂൾ ജയിലിനകത്ത് കിടക്കുവാണ് നിമിഷ ഫാത്തിമയും സോണിയ സെബാസ്റ്റ്യനും, അതുപോലെ റഫീലയും, പിന്നെ മെറിൻ ജേക്കബും. അങ്ങനെ ഒരുപാടുണ്ട്. നമുക്ക് ഉദാഹരണങ്ങൾ പറഞ്ഞു തരാൻ. ഭീകര പ്രവർത്തനത്തിനിടയിൽ ഈ മതം മാറി ഇസ്ലാം മതം സ്വീകരിച്ച് ഈ പെൺകുട്ടികളെ വലയിലാക്കിയ മണി ചെയിൻ മാർക്കറ്റിന്റെ ഏജന്റുമാർ പൊട്ടിത്തെറിച്ചു. കഴിഞ്ഞ വർഷം ഖുറാസാനിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് അവർ പോയതിന്റെ തൊട്ട വർഷം തന്നെ ഒരു വാർത്ത വരുവാണ്. കാരണം അൽ ജസീറയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ ചത്തുപോയി. ഇനി അവരെ കുറിച്ച് ഇന്ത്യ അന്വേഷിക്കാൻ പാടില്ല. ഇനി ഭാര്യമാരാരായി? പോലീസിന് കീഴടങ്ങണം അവര്, ആ രാജ്യത്തിന് കീഴടങ്ങണം അവര്. അവരിനി സെക്സ് സ്ലേവ്സ് ആണ്, ലൈംഗിക അടിമകൾ. ജയിലില് അന്വേഷണ ഉദ്യോഗസ്ഥരോട് അവര് മക്കളോടൊപ്പം സംസാരിക്കുന്ന NIA-ക്കാർ അവരെ ഇന്റർവ്യൂ ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇന്നും ഇന്റർനെറ്റ് മാധ്യമങ്ങളിലുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇതൊക്കെ സംപ്രേഷണം ചെയ്യുന്നത്. ഇവർക്ക് മാപ്പ് നൽകണം, ഇവരെ നാട്ടിലേക്ക് കൊണ്ടുവരണം, ഇന്ത്യ ഗവൺമെന്റ് ഇവരെ സഹായിക്കണം. ഇസ്ലാമിന് വേണ്ടി ചാവേറാക്രമണം നടക്കുന്ന നാട്ടിൽ ഇസ്ലാമിക ജീവിതം ഇല്ല എന്ന് നിരാശയോടുകൂടി ഈ നിമിഷ ഫാത്തിമയും സോണിയ സെബാസ്റ്റ്യനും സാക്ഷ്യപ്പെടുത്തുന്നു. ഞങ്ങൾ നേരത്തെ കണ്ടതുപോലെയും കേട്ടതുപോലെയും ഒന്നുമല്ല ഇവിടെ വന്നപ്പോഴുള്ള സംഭവം. ഞാൻ കൃത്യമായിട്ട് നമസ്കരിക്കുകയോ നോമ്പ് പിടിക്കുകയോ ഒന്നും ചെയ്യുന്ന ആളുകൾ പോലുമല്ല. ഞങ്ങൾ വന്ന് പെട്ടുപോയി. ഇനി വരാനിരിക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളതാണ് എന്ന രൂപത്തിൽ തന്നെയാണ് ആ സൂചനകൾ നൽകുന്നത്. അപ്പൊ ഈ റമീസ് സോന എൽദോസിനെ മതത്തിലേക്ക് കൊണ്ടുവരലായിരുന്നു ലക്ഷ്യം. ആ പെൺകുട്ടി പലതവണ റമീസിന് മെസ്സേജ് അയക്കുന്നു, ഞാൻ മരിക്കും, നീ പോയി അങ്ങ് ചാവ്. എന്തായിരുന്നു ഇവന്റെ ലക്ഷ്യം? എന്തോ വിശുദ്ധമായ പ്രണയമോ? ഇമ്മോറൽ ട്രാഫിക്കിന് അറസ്റ്റ് ചെയ്യപ്പെട്ട യുവാവ്. അപ്പോൾ ഇതിന്റെ പിന്നിൽ സംഘടിതമായിട്ടുള്ള ഒരു ജിഹാദ് നടക്കുന്നുണ്ട്. ഇതിന്റെ പിന്നിലുള്ള സംഘടിതമായ ഒരു നീക്കം തന്നെയാണ് ലവ് ജിഹാദിന്റെ പേരിൽ നടക്കുന്നത്. അത് എത്ര ഇല്ല എന്ന് പറഞ്ഞാലും എത്ര നിഷേധിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും സാധിക്കില്ല. കാരണം യാഥാർത്ഥ്യം അത് തന്നെയാണ്. നമുക്കതിലേക്ക് എത്താം.